നമ്മളെപ്പോഴും പറയുന്നത് പോലെ രൂപാന്തരത്തിന് കാരണമായി തീരുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ഈ വചന കേൾവി കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് രൂപാന്തരം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് വരാറായി. കർത്താവ് വന്നു കഴിഞ്ഞാൽ കർത്താവ് വന്നേച്ച് കർത്താവ് അങ്ങ് പോവുകയല്ല. നമ്മൾ കേട്ടല്ലോ പഠിച്ചല്ലോ, കർത്താവ് വന്ന് അവൻ്റെ മണവാട്ടിയെ നമ്മളെ അവൻ ചേർത്തുകൊണ്ട് അവൻ ഇരിക്കുന്ന ഇടത്തേക്ക്, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളവരാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ളവർ ആ ഒരു ദർശനത്തോടു കൂടെ വേണം ജീവിക്കാൻ. വേറെ ഒന്നും നമ്മളുടെ മനസ്സിലുണ്ടാകരുത്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ബോൺ ടു ഫ്ലൈ. നമ്മൾ പറക്കാൻ പരിശീലിക്കുന്നു, അല്ലെങ്കിൽ പറക്കാനായിട്ട് ജനിച്ചവരാണ്. പറക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിന് വേണ്ടി ജനിച്ചവരാണ്. ഭൂമിയിൽ ചിക്കിച്ചക്കഞ്ഞ് നടക്കാനുള്ളതല്ല. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ, ഞാൻ പരുന്തിൻ കുഞ്ഞിൻ്റെയും കോഴിക്കുഞ്ഞിൻ്റെയും സ്റ്റോറി പറഞ്ഞു, അത് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് പരുന്തിൻ കുഞ്ഞ് അറിയുന്നില്ല അത് പരുന്തിൻ കുഞ്ഞാണെന്നുള്ളത്. ഇതുപോലെ പലപ്പോഴും വീണ്ടും ജനിച്ചവരറിയുന്നില്ല അവർ സ്വർഗത്തിന് വേണ്ടി ഉള്ളവരാണെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വെറുതെ കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ പുഴുവിനെ തിന്ന് ജീവിക്കുന്നു. പക്ഷേ അങ്ങനെ പുഴുവിനെ തിന്ന് ജീവിക്കാനുള്ള ഒരു ജന്മമല്ല പരുന്തിൻ കുഞ്ഞിൻ്റേത്. നമ്മളുടെയൊക്കെ ജീവിതം ആദ്യം ആദാമിൻ്റെ സന്തതികളായിരുന്നത് കൊണ്ട് ആദാം മണ്ണിൽ നിന്നുള്ളവൻ, അവനെ മണ്ണിൽ നിന്നാണ് എടുത്തത്. അവന് മണ്ണിനോടുള്ള ആഭിമുഖ്യം ഉണ്ട്. അവൻ ആ ദൈവികതയിൽ, അല്ലെങ്കിൽ ആദാമിൻ്റെ മക്കൾ സ്വാഭാവികമായി ദൈവികതയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളില്ലാതെ, അറിയത്തില്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ആ വലിയ ബോധ്യങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ ജന്മം നമുക്ക് ലഭിക്കുകയാണ്. വി ആർ ബോൺ അഗെയിൻ, വി ആർ ബോൺ ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ദൈവികതയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതായ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അപ്പം ക്രിസ്തു എവിടെ ഇരിക്കുന്നു അതാ, അല്ലാതെ ഉയരത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തങ്കത്തെരുവീതി നടക്കുമെന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ തങ്കത്തെരുവീതി കൂടെ നടക്കുന്നൊന്നും എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുന്നത് എൻ്റെ കർത്താവിനെ കാണാനാണ്, എൻ്റെ കർത്താവിനെ അറിയാനാണ്, എൻ്റെ കർത്താവിനെ കാണാനാണ്. വേറെ ഒരു കാഴ്ചയും എന്നെ മത്ത് പിടിപ്പിക്കുന്നില്ല. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന സംഗീത, അവിടെ 8,000-ഓളം പാട്ടുകൾ എഴുതിയിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ബ്ലൈൻഡായിരുന്നു, കണ്ണ് കാണത്തില്ലായിരുന്നു. പോകല്ലേ കടന്നെന്നെ നീ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പാസ് മീ നോട്ട് ഓസ് മൈ സേവിയർ എന്ന് പറയുന്ന ആ പാട്ടൊക്കെ, പോകല്ലേ കടന്നെന്നെ നീ എൻ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും എന്ന് പറയുന്ന പാട്ടൊക്കെ, അത് ഒരു പാട്ട്. അങ്ങനത്തെ 8,000 പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് ഫാനി ക്രോസ്ബി. നമ്മൾ പാടുന്ന പല പാട്ടുകളും അവർ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷേ ചെറിയ പ്രായത്തിൽ 2 വയസ്സ് 2 വയസ്സുള്ളപ്പോൾ, 2 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ അവർക്ക് കണ്ണിനൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. പെട്ടെന്നൊരു ഗ്രാമ ഡോക്ടർ വന്നിട്ട് എന്തോ മരുന്ന് പുരട്ടി അവരുടെ കണ്ണ് ബ്ലൈൻഡായിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും പ്രയാസം, എല്ലാവർക്കും പ്രയാസമായി. എന്നിട്ടാണ് ഈ അന്ധയായ സ്ത്രീയാണ് ഈ പാട്ടുകൾ മുഴുവൻ എഴുതിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരിക്കൽ അവർ ഉണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിന് അത് ലീഡ് ചെയ്തതായ പാസ്റ്റർ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഫാനി ക്രോസ്ബി ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, നിനക്ക് വേണ്ടി ഇത്രയും പ്രയോജനപ്പെടുന്ന ഈ സഹോദരിക്ക് നീ എന്തുകൊണ്ട് കാഴ്ച മടക്കി കൊടുക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം മറുപടി പറയുന്ന സമയത്ത് ഫാനി ക്രോസ്ബി പറഞ്ഞു, പാസ്റ്ററുടെ കൺസേൺ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു, എന്നെക്കുറിച്ച് വളരെ കൺസേൺ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവ് ഇന്ന് വന്നിട്ട് എന്നോട്, മോളെ ഞാൻ നിനക്ക് കാഴ്ച മടക്കി തരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വേണ്ട കർത്താവേ എന്നായിരിക്കും. അത് ഞാൻ റിബല്യസ് ആയതുകൊണ്ടല്ല, ഞാൻ മത്സരിച്ച് എനിക്ക് വേണ്ട എന്നല്ല. വേണ്ട കർത്താവേ, എന്തുകൊണ്ട് എനിക്കിനി കാഴ്ചകൾ വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു ഉത്തരവുണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന നിലയിലെ ഭൂമിയിലെ ഒന്നും കണ്ടിട്ടില്ല. കൊച്ചിലെ 2 വയസ്സിന് മുമ്പ്
കണ്ണുപോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഭൂമിയിലെ ഒരു ചിന്തകളുമില്ല, അല്ലെങ്കിൽ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എനിക്കറിയാം, ഞാൻ കണ്ണില്ലാത്തവളായിട്ടല്ല, പ്രത്യുത എങ്ങനെയാണ്, എല്ലാം കാണുന്നവളായി ഞാൻ അവിടെ ആയിരിക്കും, കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന, കർത്താവേ, എൻ്റെ ആദ്യത്തെ കാഴ്ച എൻ്റെ കർത്താവിൻ്റെ പൊന്നുമുഖമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കാഴ്ച ഒരു വിഷയമല്ല എന്ന്. കാഴ്ച ഇല്ലാത്തവർ പ്രാർത്ഥിച്ച് കാഴ്ച ലഭിക്കുന്നത് നല്ല കാര്യമാണ്, അതിനൊന്നും ഞാൻ എതിര് പറയല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. ആ സ്ത്രീ പറഞ്ഞ കാര്യം, അവർക്ക് ഈ ഭൂമിയിലെ കാഴ്ചകളൊന്നും അവരെ ബാധിച്ചില്ല. അവർ പറയുക, എനിക്ക് എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, ആ കർത്താവിൻ്റെ പൊന്നുമുഖം എനിക്ക് കാണണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാഴ്ചപ്പാടാണ്. പ്രിയമുള്ളവരെ, നമുക്കും ആ നിത്യതയുടെ ഒരു ദർശനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർ പോലും ഈ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരായ ആളുകളാണ്. നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരായ ആളുകൾ. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അബ്രഹാം വളരെ ധനികനായി, 318 അഭ്യാസികൾ അവൻ്റെ വീട്ടിൽ വളർന്നവർ, ജനിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജാവായിട്ട് ജീവിച്ച വ്യക്തി കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, കനാൻ നാട് ഇത് കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ കനാൻ നാട് കൊടുക്കാൻ, കനാൻ നാട് കാണിച്ച കർത്താവ് സ്വർഗീയ കനാനും കൂടെ കാണിച്ചു. സ്വർഗീയ കനാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, എനിക്കിവിടെ ഇപ്പോൾ ഇനിയും ഈ കനാൻ നാടെല്ലാം കിട്ടണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഒരു പരദേശിയ. കാര്യം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആരൊക്കെയാണ്? അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം. ഇവരെല്ലാവരും അവിടെ നമ്മൾ കാണുന്നത് 13-ാമത്തെ വാക്യത്തിൽ, ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തത് അവർക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞു, വേണ്ടാന്നേ, ഞങ്ങൾക്കിത് വേണ്ട. കാര്യം ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല, ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടിയുള്ളവരാണ്. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അവർ വിട്ടു പോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവരുമായിരുന്നു. ഭൂമിയിലെ കാര്യങ്ങളായിരുന്നെങ്കിൽ അവരുടെ മനസ്സിലെങ്കിൽ അവരൊരു പക്ഷേ ഹാരാനിലേക്ക് തന്നെ മടങ്ങിപ്പോയേന്. കനാനിൽ വലിയ ക്ഷാമമൊക്കെ ഉണ്ടായല്ലോ, ഇല്ലേ? അപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, കനാനിൽ ചെന്നാലും ചിലപ്പോൾ ക്ഷാമം ഉണ്ടായെന്നിരിക്കും. കനാനി വന്നു കഴിഞ്ഞാൽ ക്ഷാമം ഉണ്ടാകത്തില്ലെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ വിട്ടുപോകുവാനായിട്ട് പാടില്ല. അവരോ അധികം നല്ലതിനെ, 16-ാമത്തെ വാക്യം, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ ഈ ഭൂമി കടന്നുകൂടാത്തത് കൊണ്ട്, അവരുടെ മനസ്സിൽ ഈ ഭൂമിയുടെ മായയായ സൗന്ദര്യം കടക്കാത്തത് കൊണ്ട്, ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിക്കുകയാണ്. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതായത് ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവം, ഞാൻ യാക്കോബിൻ്റെ ദൈവം എന്ന് ദൈവം പറയണമെങ്കിൽ, മോശയുടെ മുൾപ്പടർപ്പ് ഭാഗത്ത് പറയുന്നത് അതാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. അഭിമാനത്തോടെ ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. അങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട്? അവർ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ദൈവം അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവത്തിന് അഭിമാനമുള്ളത്. ഞാൻ സാജുവിൻ്റെ ദൈവം, ഞാൻ മാത്യുവിൻ്റെ ദൈവം, ഞാൻ സൂസിയുടെ ദൈവം എന്നൊക്കെ ദൈവം പറയണമെങ്കിൽ, അഭിമാനത്തോടെ പറയണമെങ്കിൽ, ഈ ഭൂമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു അഭിമാനമില്ലായിരിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ അന്യനും പരദേശിയുമാണ്, ഞാൻ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ബോധ്യത്തോടുകൂടെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്,
കർത്താവ് അഭിമാനിക്കും, എന്നെക്കുറിച്ച് അഭിമാനിക്കും. നമ്മളൊക്കെ ദൈവം എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം, അഭിമാനിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം പറയുമായിരിക്കും എൻ്റെ മോനാ, പക്ഷേ എന്നാലും അവൻ്റെ മനസ്സിൽ മുഴുവൻ ഭൂമിയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്നെക്കുറിച്ച് ലജ്ജയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം സംസാരിക്കാൻ ഇടവരരുത്. ലജ്ജയോടെ ദൈവത്തിന് സ്വന്തമായിട്ടും ലജ്ജിക്കുവാനിടയാകരുത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരാൾ കോട്ടയത്ത് പാലാമ്പാടം, അവൻ്റെ ഫ്രണ്ട് അവിടെ പാലാമ്പാടത്തെ ഒരു ചെറുക്കനാണ്. അവൻ്റെ കല്യാണത്തിന് ഇവൻ പോയ ചരിത്രം ഞാനിങ്ങനെ, ഇപ്പോഴല്ല 30 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ കാറും, ബെൻസും BMW അങ്ങനെയുള്ള കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. അപ്പോൾ ഇവൻ്റേതൊരു പഴയ അംബാസഡറാണ്. ഇപ്പോൾ അംബാസഡറിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ അന്ന് അംബാസഡർ കാർ എന്ന് പറയുന്നത് ഒരു ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാറ്. ഇവൻ ആ കാർ അവിടെ ഇട്ടിട്ട് കല്യാണത്തിന് കൂടി. പക്ഷെ അവന് പെട്ടെന്ന് പോകണമായിരുന്നു. അവൻ ഇറങ്ങി വന്നപ്പം ബെൻസിൻ്റെയും BMW-ൻ്റെയും ഒക്കെ ഡ്രൈവർമാരിടുന്നുണ്ട്. ഈ അംബാസഡർ കാർ നോക്കിയിട്ട് പറയുക, ഏതവനാടാച്ച പാലാമ്പാടത്തിൻ്റെ മോൻ്റെ കല്യാണത്തിന് ഈ അംബാസഡർ കാറേ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലാമ്പാടത്തിൻ്റെ മോൻ്റെ കല്യാണത്തിന് ബെൻസും കൊണ്ടൊക്കെയാണ് വരേണ്ടത്. ഏതവനാണ് ഈ അംബാസഡർ കാറും കൊണ്ട് വന്നത്? അപ്പോൾ എൻ്റെ കൂട്ടുകാരനത് കേട്ടു. എന്നിട്ട് ഇവൻ പോയി എൻ്റെ കാറാന്ന് പറഞ്ഞ് തുറക്കാനൊരു മടി. അവനും അവിടെ ചെന്ന് പറഞ്ഞ്, ആരാണോ വന്നിരിക്കുന്നത് അംബാസഡർ കാറയിൽ, അവൻ്റെ കാറാ. എന്നിട്ട് ഈ ബെൻസ് കാർ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഇവൻ അംബാസഡർ കയറി പോകുന്നത്. കാര്യം ഒരു നാണക്കേട്, അവൻ്റെ കാറാണെന്ന് പറയാൻ അവന് നാണക്കേട്. ഇതുപോലെ നമ്മളെക്കുറിച്ച് എൻ്റെ മകനാണ് സൂസി, അല്ലെങ്കിൽ എൻ്റെ മകളാണ് സൂസി, എൻ്റെ മകനാണ് ഷിജു എന്നൊക്കെ പറയാൻ കർത്താവ് അഭിമാനിക്കണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ദർശനമുള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് അഭിമാനിക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും എങ്ങനെയുള്ളവനായിരിക്കണം? ഞാൻ തീർച്ചയായും നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. ഈ ലോകത്തോടൊരു വേർപാട് എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ഈ ലോകം എന്നിലേക്ക് കയറരുത്. സാധാരണ നമ്മൾ പറയാറുള്ള കാര്യമാണ്. വെള്ളത്തിലാണ് വള്ളം സഞ്ചരിക്കുന്നതെങ്കിലും വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങും. വെള്ളത്തിനകത്താണ് വള്ളം, പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ വള്ളം മുങ്ങും. ഇതുപോലെ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. പക്ഷേ ലോകം നമ്മുടെ ഉള്ളിൽ കയറിയാൽ, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലാണ്, പക്ഷേ ഈ ലോകം നമ്മുടെ ഉള്ളിൽ കയറിയാൽ നമ്മൾ മുങ്ങും, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നുള്ള കൃത്യമായ ഒരു വേർപാട് നമുക്ക് ആവശ്യമാണ്. കാരണം കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ആ ഒരു വേർപാട് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ്. അത് നമ്മൾ അങ്ങനെയുള്ളവരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്ന അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നോക്ക്, ലോകം നമ്മളെ പകയ്ക്കുന്നു. ഇവൻ ലോകത്തിന് യോജിക്കുന്നവനല്ല, ഇവൻ നമ്മുടെ കൂടെ കൂടാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാര്യം അങ്ങനല്ല. ഇന്ന് പലപ്പോഴും ലോകക്കാർ പറയുന്നത്, ഇപ്പോൾ ഞാനൊരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങി നിന്നപ്പം പള്ളിയിലൊക്കെ പോയി പാട്ടൊക്കെ പാടുന്ന കൊയറിലൊക്കെ ഉള്ള നമ്മുടെ ഒരു ചേട്ടൻ, നമ്മുടെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓൺ സഹോദരനല്ല, നമ്മുടെ പള്ളിയിലെ ഒരു ആൾ. അയാളെക്കുറിച്ച് ഈ കടയിൽ നിന്ന് ഈ വർത്തമാനം പറയുന്ന, ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ പറയാം, എടാ അവനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനിടയ്ക്ക് പാട്ട് പാടുമെന്നും പ്രാർത്ഥിക്കുമെന്നും ഒക്കെ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലാടാ, അവൻ നമ്മുടെ ഭാഗമാണ്. അങ്ങനെ പറയാൻ ഇടവരരുത്.
ലോകം നമ്മളെ പകയ്ക്കുമെന്നാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഇപ്പം ഞാൻ എപ്പോഴും ലോകം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പേടിയോടെയാണ് ഞാൻ അതിനെ നോക്കുന്നത്. പേടിയോടെ. നമ്മൾ ചിലപ്പോൾ പറയും ലോകം ഇപ്പം പഴയ പോലൊന്നുമില്ല, നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. രാഷ്ട്രീയക്കാരൊക്കെ വന്ന് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞല്ലേ നമ്മുടെ മീറ്റിങ്ങിന്, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പ്രസംഗിക്കാൻ കയറ്റി നിർത്തുമ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ പറയുന്നത്. അവൻ നേരെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പറയും, മറ്റുള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദൈവത്തിൻ്റെ പറയും. അവന് വോട്ട് കിട്ടണമെന്നല്ലാതെ അവന് വേറെ കാര്യമൊന്നുമില്ല. അല്ലാതെ നമ്മളെ ലോകം സ്നേഹിക്കാൻ തുടങ്ങിയാൽ പേടിച്ചോണം. കാര്യം ലോകം തനിക്ക് സ്വന്തമായതിനെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കൽ ലോകക്കാരായിരുന്നു, പക്ഷേ ഇനി നിങ്ങൾ ലോകക്കാരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്. അവൻ്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അവൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തലങ്ങളിലാണ് അവൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ആവശ്യമായിരിക്കുന്നത്. ഇതുവരെ കർത്താവ് എത്രയും പെട്ടെന്ന് വരുമെന്നും നമ്മൾ ലോകത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം പ്രായോഗികമായി എങ്ങനെയാണ്, പ്രായോഗികമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ. പ്രായോഗികമായി എങ്ങനെയാണ് ഈ ഒരുക്കം, ഏതൊക്കെ തലങ്ങളിൽ കർത്താവ് വരുന്നു, അതിനായി നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ, അത് നമ്മൾ പഠിച്ചു. നമ്മൾ ഒരുങ്ങിയിരിക്കണം. പക്ഷെ ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം കൂടെ, ഇന്നും പിന്നെ 2 ദിവസം കൂടെ ഉള്ളൂ നമുക്ക്, 3 ദിവസം. ഈ 3 ദിവസം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രായോഗികമായി എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഞാനതിന് അടിസ്ഥാനപരമായി എടുത്തിരിക്കുന്നത്, ഒന്ന്, വ്യക്തിപരമായി നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഒന്നാമത്, വ്യക്തിപരമായി നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. 2, കുടുംബമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. 3, സഭയായി നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. 4, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ലോകത്തെ ഒരുക്കണം. അതാണ് സുവിശേഷീകരണം. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, വ്യക്തിപരമായി നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. തന്നെയല്ല, ആസ് എ ചർച്ച്, സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. സഭ അതിനുവേണ്ടിയാണ് ഭൂമിയിലാക്കിയിരിക്കുന്നത് തന്നെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും ഒരുക്കാനുമാണ് സഭ ഭൂമിയിലായിരിക്കുന്നത്. സഭയെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പതിയെ പറയാം. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം, കുടുംബപരമായി നമ്മൾ ഒരുങ്ങണം, സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. പിന്നെ ലോകത്തെ സുവിശേഷീകരിച്ചുകൊണ്ട് ലോകത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. കർത്താവിൻ്റെ വരവിന് വേണ്ടി 1, വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ 1-ാമത്തെ വരവും 2-ാമത്തെ വരവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു. കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ എന്ത് സംഭവിച്ചു? 1-ാമത്തെ വരവിൽ അത് നമുക്ക് അവസരങ്ങളെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീരുന്നു. നമ്മൾ നീതീകരിക്കപ്പെടുന്നു. കർത്താവ് 1-ാമത് വന്നതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തോട് സമാധാനമുള്ളത്. അഥവാ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് കം ടു ദ വേൾഡ് 2000 years ago. 2000 വർഷം മുമ്പ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം സംഭവിച്ച് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സമയമനുസരിച്ച് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതാണ് ആദ്യം സംഭവിക്കുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടുന്നു. അതായത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ,
നീതി എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ യു ടു പീപ്പിൾ. അതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ പോഡിയം എൻ്റെ മുമ്പിലുണ്ട്. എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ നീതിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. നീതിയില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് കഴിയില്ല. ദർ ഈസ് സംതിങ് ഹിൻഡേഴ്സ് മീ ടു എൻറ്റർ ഇൻ ടു യുവർ പ്രസൻസ്. ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മനുഷ്യർക്ക് ആർക്കും പോകാൻ കഴിയുമായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ പാപത്തിൻ്റെ വലിയ ഒരു മതിൽക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇക്കരെയും ദൈവം അക്കരെയും, എനിക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. ഞാനിത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുകയാണ്, ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഈ ഇടയ്ക്ക് ഈ പാപത്തിൻ്റെ വന്മതിലുള്ളത് കൊണ്ട് എബ്രായ ഭാഷയിലെ വാക്കുകൾ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരു തടസ്സമുള്ളത് കൊണ്ട് ദർ വാസ് നോ റൈച്ചസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ദർ വാസ് നോ റൈച്ചസ്നെസ് ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്. ദൈവത്തിനും എനിക്കും മധ്യത്തിൽ നീതിയില്ലായിരുന്നു. അതുകൊണ്ടെന്താ, എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഓക്കെ, വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു, കാൽവറി ക്രൂശിൽ മരിച്ചു. കാൽവറി ക്രൂശിൽ എന്താണ് നടന്നത്? വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്? ഞാൻ ആഫ്രിക്കയിലൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. ആഫ്രിക്കയിൽ മാത്രമല്ല, ഇവിടെയും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കാര്യം കാൽവറി ക്രൂശിൽ എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, ഇത്രയും നമുക്കറിയത്തുള്ളൂ. പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ, ആത്മലോകത്തിൽ എന്താണ് ക്രൂശിൽ നടന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ് ഇൻ ദ സ്പിരിറ്റ് വേൾഡ്? ആത്മലോകത്തിൽ എന്താണ് നടന്നത് എന്ന് പറയണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ നീതീകരിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. നീതീകരിക്കപ്പെടുന്നതിൻ്റെ അവിടം തൊട്ടാണല്ലോ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മൾ നീതീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമല്ല ഉള്ളോ കർത്താവിൻ്റെ വരവ്. വീണ്ടെടുക്കപ്പെടാത്ത ഒരാളും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടെടുക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഇത് വളരെ വിശാലമായ ഒരു ബൈബിൾ ക്ലാസ്സാണ്. ഏതാ ഈ വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ് എന്ന് പറയുന്നത് തന്നെ വളരെ വിശാലമായ ഒരു ബൈബിൾ ക്ലാസ്സാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ തിരിച്ചറിയുന്നതായ ഒരു കാര്യം എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ നടന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം. എന്തോ എക്സ്ചേഞ്ച് പ്രോഗ്രാം? സപ്പോസ് ഐ ഹാവ് എ കാർ ആൻഡ് നമ്മളുടെ അജുപാസ്റ്റർക്ക് ഒരു കാറുണ്ട്, എനിക്കും ഒരു കാറുണ്ട് എന്ന് വയ്ക്കുക. അവിടെ അജുപാസ്റ്റർ എൻ്റെ അടുത്ത് പറയാണ്, സായിച്ചാൻ്റെ കാറ് എനിക്കിതാ, എൻ്റെ കാറ് സായിച്ചാൻ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണ്? ഒരു എക്സ്ചേഞ്ചാണ്. വാട്ട് എവർ ഐ ഹാവ് ഐ ഗിവ് ടു പാസ്റ്റർ അജു പാസ്റ്റർ, ആൻഡ് അജു പാസ്റ്റർക്കുള്ളത് എനിക്ക് തരുന്നു. അതാണല്ലോ എക്സ്ചേഞ്ച് പ്രോഗ്രാം. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഓക്കെ. അപ്പോൾ കർത്താവ് കാൽവറി ക്രൂശിൽ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തുകയാണ്. കർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയുക, സാജു, വി വിൽ എൻ്റർ ഇൻ ടു ആൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം. നമുക്കൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ഞാൻ ചോദിച്ചാൽ എന്താ കർത്താവേ? നിനക്കുള്ളത് നീ എനിക്ക് താ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. അതാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കുള്ളത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിനുള്ളതെല്ലാം എനിക്ക് കിട്ടുമെങ്കിൽ എന്തോ ആയിരിക്കും അല്ലേ, ഞാൻ മഹാസമ്പന്നനായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മുടെ ചിന്തയൊക്കെ അങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ കർത്താവിനോട് ഞാൻ അപ്പം പറഞ്ഞു, ദാറ്റ് ഈസ് ഡൺ ജീസസ്, ഐ ആം റെഡി ടു ഗിവ് വാട്ട് ഐ ഹാവ്. എനിക്കുള്ളത് ഞാൻ തരാൻ തയ്യാറാണ്, മുഴുവനും തരാൻ തയ്യാറാണ്. നിനക്കുള്ളത് എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് തരുന്നതിന് എന്താ ബുദ്ധിമുട്ട്? എന്നെ കർത്താവ് ചോദിച്ചു, ഓക്കെ, നിനക്കുള്ളത് എന്താ അതൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്നോടൊന്ന് പറ, വാട്ട് ഡു യു ഹാവ്? അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസയുണ്ട്, അത് തന്നെ എൻ്റെ ബാങ്കിലും ഉണ്ട്, ഒരു 10 ലക്ഷം രൂപ കാണുമായിരിക്കും, എല്ലാം കൂടെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കാണുമായിരിക്കും. അപ്പോൾ ഞാനത് തന്നേക്കാം, ഞാനത് നിനക്ക് തന്നേക്കാം. ഉടനെ കർത്താവ് പറഞ്ഞു, ആരാ നിനക്ക് ഈ രൂപ തന്നത്?
അത് ആത്യന്തികമായി പറഞ്ഞാൽ ആര് തന്നതാ? ദൈവം തന്നെ തന്നതാ, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഇപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തന്നത് തിരിച്ചു തരാനല്ല ഞാൻ പറഞ്ഞത്, നിനക്കുള്ളത് എന്താണോ അത് നീ എനിക്ക് തരിക. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി എന്തോ ആടാ, പൈസ കൊടുക്കാൻ പറ്റിയല്ല, ഇനി എന്തോ കുറച്ച് വസ്തു ഉണ്ട്, അത് കൊടുത്താലോ? ഞാൻ കർത്താവ് പറഞ്ഞു, എൻ്റെ വല്യപ്പന്മാർ കുറച്ച് ധനികരായിരുന്നു, അവർ acres ഓഫ് ലാൻഡ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വസ്തു എല്ലാം നിനക്ക് തരാം. എന്നെ കർത്താവ് ചോദിച്ചു, നീ വായിച്ചിട്ടില്ലേ വേദപുസ്തകത്തിൽ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു, നിൻ്റെയാണോടാ വസ്തു? അത് ഞാൻ തന്നതല്ലേ, അത് എൻ്റെ അല്ലേ, അതല്ല എനിക്ക് വേണ്ടത്. ശല അപ്പം വസ്തുവും പൈസയും കൊടുക്കാൻ പറ്റുകയില്ല, വസ്തുവും കൊടുക്കാൻ പറ്റുകയില്ല. ഇനി എന്തോ കൊടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ ആരോഗ്യം ഞാൻ നിനക്ക് തന്നേക്കാം. കർത്താവ് ചോദിച്ചു, ആരാടാ നിനക്ക് ആരോഗ്യം തന്നത്? ആരാ തന്നത്? കർത്താവ് തന്നതല്ലേ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നതല്ലേ. അത് തരാനല്ല പറഞ്ഞത്, നിനക്കുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ സമയം ഞാൻ നിനക്ക് തന്നേക്കാം. കർത്താവ് പറഞ്ഞു, സമയം ആരാടാ നിനക്ക് തന്നത്? ഇറ്റ് ഇസ് ഐ ഹൂ ഗേവ് യു ടൈം. അത് തന്നാലും പറ്റത്തില്ല. പിന്നെ എന്തോ കൊടുക്കും, ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി, ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് പറയത്തില്ല, അത് ഞാനാ നിനക്ക് തന്നേന്ന് പറയത്തില്ല. അതെന്തുവാ? എൻ്റെ പാപം. എൻ്റെ പാപം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് പറയത്തില്ല, അത് ഞാനല്ലയോ നിനക്ക് തന്നേന്ന് പറയത്തില്ല. അപ്പോൾ എൻ്റെ പാപം എൻ്റെ പാപമാണ്. എനിക്ക് ആകെപ്പാടെ ഉള്ളത് പാപവും പാപത്തിൻ്റെ ശിക്ഷയായ മരണവും. ഇത് രണ്ടുമേ എനിക്കുള്ളൂ. എൻ്റേത് എന്ന് പറയാൻ എനിക്കിത്രേ ഉള്ളൂ. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ആകെ നിൻ്റെ കയ്യിൽ കൊണ്ടുതരാനുള്ളത് എൻ്റെ പാപം മാത്രമാ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെ, അതാ ഞാൻ ചോദിച്ചത്, നിനക്കുള്ളത് നീ എനിക്ക് തരിക, നിൻ്റെ പാപം നീ എനിക്ക് തരിക, എൻ്റെ നീതി ഞാൻ നിനക്ക് തരാം, നിൻ്റെ മരണം നീ എനിക്ക് തരിക, എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരാം, നിൻ്റെ പാപത്തിൻ്റെ കോട്ടിങ് ഊരിത്താ. എൻ്റെ പാപം മുഴുവൻ വെച്ചിരിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ കോട്ട് ഊരിങ്ങിതാ, എന്നിട്ട് ഞാൻ നിന്നെ നീതിയുടെ ഉടുപ്പിടിയിക്കാം. എൻ്റെ നീതി, നിൻ്റെ നീതിയല്ല, എൻ്റെ നീതി. നിൻ്റെ പാപം ഞാൻ എടുക്കും, പകരം എൻ്റെ നീതി ഞാൻ നിനക്ക് തരും. നിൻ്റെ മരണം ഞാൻ ഏറ്റെടുക്കും, എന്നിട്ട് എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരും. ഇതാണ് ക്രൂശിൽ നടന്ന എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ശരിക്കും നടക്കുന്നത്. അങ്ങനെ എൻ്റെ പാപം ഞാൻ യേശുവിന് കൊടുത്തു. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പാപത്തിൻ്റെ കോട്ട് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ഷർട്ടല്ല. The whole sin I have committed, it was like a garment, and I gave it to Jesus, and Jesus gave his garment of righteousness. ഇപ്പം എൻ്റെ ഞാൻ ക്രൂശിൽ സംഭവിച്ചത്, എക്സ്ചേഞ്ച് പ്രോഗ്രാം നടന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? എൻ്റെ പാപത്തിൻ്റെ ഗൗണ്, കോട്ട് ഞാൻ യേശുവിന് കൊടുത്തു. യേശുവിൻ്റെ നീതി അവൻ എന്നെ ഉടുപ്പിച്ചു. യേശുവിൻ്റെ നീതി ഉടുപ്പിച്ചപ്പോൾ എൻ്റെ പാപത്തിൻ്റെ മതിൽക്കെട്ടില്ലാതെയായി. അത് സംഭവിച്ചത് എൻ്റെ പാപം എൻ്റെ പാപം യേശു ഏറ്റെടുത്തത് കൊണ്ടാണ് യേശുവിന് മരിക്കാൻ പോലും പറ്റുന്നത്. ബിക്കോസ് ഇഫ് യു ഹാവ് നോട്ട് കമ്മിറ്റഡ് സിൻ യു കനോട്ട് ഡൈ. പാപം ചെയ്യാത്ത ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല. അപ്പോൾ യേശു പാപം ചെയ്തില്ല, പക്ഷേ എൻ്റെ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പകരക്കാരനായി യേശു ക്രൂശിൽ എൻ്റെ പകരക്കാരനായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഓക്കെ, ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായി. അവൻ എനിക്ക് പകരമായി മരിച്ചു. അവൻ്റെ രക്തം ഒഴുകി. അവൻ്റെ രക്തം വന്ന് ഈ പാപത്തിൻ്റെ വന്മതിലിലോട്ട് വീണ് കഴിഞ്ഞപ്പോൾ ആ വന്മതിൽ ഇടിഞ്ഞു പോവുകയല്ല, ഉരുകിപ്പോയി. ഇടിഞ്ഞു പോയാലും കല്ല് അവിടെ കിടക്കുമല്ലോ. അതുമില്ല, ഒരു കല്ല് പോലും ഇല്ല, ഉരുകിപ്പോയി. അവൻ്റെ രക്തം വീണ് അത് ഉരുകിപ്പോയി. മനുഷ്യവർഗത്തിൻ്റെ പാപം, എൻ്റെ പാപം, നിങ്ങളുടെ പാപമൊക്കെ ഉരുകിപ്പോയി.
കാരണം നിങ്ങളുടെ പാപം ഏറ്റെടുത്ത് യേശു മരിച്ചു. അവൻ്റെ രക്തത്താൽ എൻ്റെ പാപത്തിൻ്റെ വന്മതിൽ ഉരുകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ പാപത്തിൻ്റെ വന്മതിലില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ എൻ്റെ ദേഹത്ത് കിടക്കുന്നത് പാപത്തിൻ്റെ കോട്ടല്ല, നീതിയുടെ. ആരുടെ നീതി? എൻ്റെ നീതിയല്ല, യേശുവിൻ്റെ നീതിയുടെ കോട്ടാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഇപ്പോൾ എനിക്ക് പറ്റും. കാര്യം നേരത്തെ ഞാൻ പാപിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാപത്തിൻ്റെ എൻ്റെ കോട്ട് യേശു ഊരി മാറ്റി. യേശു അത് ധരിച്ചു, യേശു മരിച്ചു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് നടന്ന് കയറി ചെല്ലാം. പക്ഷേ ഇപ്പോഴും ഞാൻ ഇക്കരെയും ദൈവം അക്കരെയുമാണ്. നേരത്തെ ഒരു വന്മതിലുണ്ടായിരുന്നു. ആ വന്മതിലുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ വന്മതിലില്ല. പക്ഷേ there is something in between me and God. You know what it is? The blood of Jesus. യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം ആണ് എൻ്റെ പാപത്തിൻ്റെ വന്മതിൽ ഉരുക്കിക്കളഞ്ഞത്. ഇപ്പോൾ ഇറ്റ്സ് എ പൂൾ ഓഫ് ബ്ലഡ്. ഒരു വലിയ തടാകമായിട്ട് യേശുവിൻ്റെ രക്തം എനിക്കും ദൈവത്തിനും മധ്യത്തിലുണ്ട്. ഇപ്പോൾ ഞാനെന്താ ചെയ്യുന്നറിയാമോ? ഐ ആം വാക്കിംഗ് ഇൻ ടു ദാറ്റ് പൂൾ. ആ രക്തതടാകത്തിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി എൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടു. ശുദ്ധിയുള്ളവനായി ഞാൻ അക്കരെ ചെല്ലുമ്പോൾ എനിക്കിപ്പോൾ അക്കരയ്ക്ക് കയറാം. അവിടെ എന്നെ കാത്ത് ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവം എന്നെ കെട്ടിപ്പിടിച്ച്, മകനെ കടന്നു വാ, എൻ്റെ മകൻ്റെ നീതിയാണ് ഞാനിപ്പോൾ നിന്നിൽ കാണുന്നത്, അല്ല നിൻ്റെ പാപമല്ല എന്ന് കർത്താവ് പറയും. ദൈവത്തോട് സമാധാനമുണ്ട്. വി ഹാവ് പീസ് വിത്ത് ഗാഡ്. അവിടെ നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന വേദഭാഗം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വി ഹാവ് പീസ് വിത്ത് ഗാഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എൻ്റെ പാപത്തിൻ്റെ ഗൗണ് യേശു ഏറ്റെടുത്തിട്ട് അവൻ്റെ നീതിയുടെ വസ്ത്രം തന്നതുകൊണ്ട്, ഞാൻ അവൻ്റെ രക്തത്തിൽ കുളിച്ച് കയറുന്നത് കൊണ്ട് ഇപ്പോൾ ദൈവം എന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. രക്തത്താലാണത്. താഴെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പോൾ നീതീകരിക്കപ്പെടുന്നത് രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അത് ഞാൻ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പം യേശുവിൻ്റെ രക്തത്താലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ച് കയറുന്നവനാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമാധാനത്തോടെ പ്രവേശിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നീങ്ങാമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ. ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ച് അക്കരെ കയറുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ പിതാവ് ഒരുങ്ങിയിരിക്കുകയാണ്. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. എൻ്റെ പാപം ഏറ്റെടുത്തു, അവൻ്റെ നീതി അവൻ എനിക്ക് തന്നു. ക്രൂശിൽ അവൻ എൻ്റെ പകരക്കാരനായിരുന്നു.
എന്ന് തന്നെയല്ല, കർത്താവ് പറഞ്ഞു, നിൻ്റെ മരണം എനിക്കിതാ, എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഞാൻ എൻ്റെ മരണം യേശുവിന് കൊടുത്തു, പകരം അവൻ്റെ ജീവൻ അവൻ എനിക്ക് തന്നു. ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവനല്ല, ഞാൻ ജീവിക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്. അതുകൊണ്ട് യേശു ജീവിച്ചതുപോലെ ഞാനിവിടെ ജീവിക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ആ ജീവൻ കർത്താവ് തന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായിരുന്നു, ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. തിരിച്ചൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് പകരക്കാരനായി യേശു ഉണ്ട്. യേശു ചെയ്തോളും, ഞാനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, യേശു ചെയ്തോളും, യേശു എൻ്റെ പകരക്കാരൻ. പ്രിയമുള്ളവരെ, യേശു എൻ്റെ പകരക്കാരനാ. എവിടാണെന്നറിയാമോ? ക്രൂശിലായ എൻ്റെ പകരക്കാരൻ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാ. ഇപ്പം ഞാൻ യേശുവിൻ്റെ ജീവിതം ജീവിക്കണം. യേശു ജീവിച്ചതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നീതീകരിക്കപ്പെട്ടു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1 minute. ഒരു നിമിഷം സംഭവിച്ച കാര്യമാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടു. എന്നാൽ അതേപോലെ നീതീകരിക്കപ്പെട്ട നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ അതൊരു പ്രോസസ്സാണ്. നീതീകരണം 1 minute കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പ്രോസസ്സാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. സാങ്ക്ടിഫിക്കേഷൻ. We are justified by the blood of Jesus Christ and we are sanctified by the life of Jesus Christ. രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, അവൻ്റെ ജീവനാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആത്യന്തികമായി തേജസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. തേജസ്കരണമാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ആത്യന്തികമായി ഞാൻ ചെന്നെത്തുന്നത് തേജസ്സിലേക്കാണ്. ആ തേജസ്കരണത്തെ നോക്കിയാണ് ഞാനിവിടെ ജീവിക്കുന്നത് മുഴുവൻ. ഞാൻ നീതീകരിക്കപ്പെട്ടു, കർത്താവ് എന്നെ നീതീകരിച്ചു, അവരുടെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന റോമലേഖനം 5-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 6-ാമത്തെ വാക്യത്തിൽ, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ നാം എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഓൾറെഡി നമ്മൾ നീതീകരിക്കപ്പെട്ടു, പക്ഷേ അവൻ്റെ കോപത്തിൽ നിന്ന് നമ്മൾ വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ കർത്താവ് എന്നെ തള്ളിക്കളയുകയില്ല, എന്നെ കൊണ്ടുപോവുകയാണ്. തേജസ്കരണമാണ് ആത്യന്തികമായി സംഭവിക്കുന്നതായ ഒരു കാര്യം. നീതീകരണം ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ നമുക്ക് ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ എന്നാ ചെയ്യാനാ? നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം കർത്താവ് ചെയ്തു, ഇനി ചെയ്തോളും, നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനല്ല. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മളും എന്തു ചെയ്യണം?
അവനോടുകൂടെ മരിച്ചു. സ്നാനത്തിൽ അതാ സംഭവിക്കുന്നത്. സ്നാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്നാനത്തിൽ അവിടെയാണ് സംഭവിക്കുന്നത്. സ്നാനപ്പെടുന്ന വ്യക്തി അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണെന്നറിയാമോ? അവനോടുകൂടെ ജീവിക്കേണ്ടതിന്. അതുകൊണ്ട് സ്നാനപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ടങ്ങ് പോവുകയല്ല, അവനോട് കൂടെ ജീവിക്കണം. അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം. യേശുവിൻ്റെ കൂടെ ഓരോ നിമിഷവും യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ജീവിക്കണം. അങ്ങനെയുള്ളവനാണ് അവൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നത്. അവൻ്റെ ജീവിതം ജീവിക്കുന്നവരാണ്. സ്നാനത്തെക്കുറിച്ച് നമ്മളെ മിക്ക പിള്ളേർക്കും ഒന്നും അറിയത്തില്ല. പിള്ളേർക്കല്ല, വലിയവർക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ബഹ്റിനിലെ ഒരു ക്ലാസ് എടുത്തപ്പോൾ 2-3 പ്രാവശ്യം നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, അച്ചായന്മാരെ എന്തിനാ കുറ്റം പറയുന്നത്? അല്ല, മക്കളെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മളെന്നാ ഭേദമാണോ? നമുക്കേതാണ്ട് അറിയാമോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്നാനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം, അറിയണം. സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനാ? നാം അവനോടുകൂടെ ജീവിക്കേണ്ടതിന്. അപ്പോൾ സ്നാനപ്പെട്ട വ്യക്തി പിന്നെ ജീവിക്കുന്നത് യേശുവിൻ്റെ കൂടെയാണ്. അവർക്ക് സ്വന്തമായ ഒരു ജീവിതമില്ല. ഞാൻ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നപ്പോൾ ഒരു പയ്യൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, മോൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. ഞാൻ ആ മോനെ ഒന്ന് കണ്ടു സംസാരിച്ചു. മോനെ, ഐ ഹേർഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. യെസ്. അവൻ്റെ ഓസ്ട്രേലിയൻ ആക്സെൻ്റ്. യെസ്. എന്നാൽ ഞാൻ ചോദിച്ചു, ഡു യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് ബാപ്റ്റിസം? യെസ്. വാട്ട് വിൽ ഹാപ്പൻ? എന്തോ സംഭവിക്കും? പാസ്റ്റർ അങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദ വാട്ടർ. പാസ്റ്റർ അങ്കിൾ എന്നെ വെള്ളത്തിൽ മുക്കും. then I will come out. Then I am baptized and I can take Holy Communion. അവൻ്റെ അറിവ് അത്രയുമുണ്ട്. ഇതിക്കുള്ളൊന്നും ഇപ്പം പലർക്കും അറിയത്തില്ല. പാസ്റ്റർ വെള്ളത്തിൽ മുക്കും, നമ്മൾ പൊങ്ങിക്കഴിഞ്ഞാൽ തിരുവത്താഴം കഴിക്കാം. പൊങ്ങിക്കഴിഞ്ഞിട്ട് തിരുവത്താഴം കഴിച്ചാൽ മതി, അതൊക്കെ വേറെ കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അവനോട് ഈ റോമാലേഖനം 6-ാം അധ്യായം വെച്ച് പഠിപ്പിച്ചു. We may live with Christ in the newness of life. You cannot live your own life. നിൻ്റെ ജീവിതം നിനക്കിനി ജീവിക്കാൻ പറ്റില്ല. യേശു ചെയ്യാത്തതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. യേശു നോക്കാത്തതൊന്നും നോക്കാൻ പറ്റില്ല. യേശു കാണാത്തതൊന്നും കാണാൻ പറ്റില്ല. യേശു കേൾക്കാത്തതൊന്നും കേൾക്കാൻ പറ്റില്ല. നിൻ്റെ കൈകൾ യേശുവിൻ്റെ വകയാ, നിൻ്റെ കണ്ണുകൾ യേശുവിൻ്റെയാ, നിൻ്റെ ചെവി യേശുവിൻ്റെയാ. യേശു ചെയ്യുന്നത് മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റൂ. നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ചെറുക്കനോട് ചോദിക്കുക, യു സേ ദാറ്റ് ഐ എം ഗോയിങ് ടു ലൂസ് ഓൾ മൈ ഫൺ. എൻ്റെ ഫണ്ണെല്ലാം തീർന്നെന്നാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, മോനെ, ഇൻ ഫാക്ട് ദാറ്റ്സ് വാട്ട് ഐ സെഡ്. യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ഫൺ ബട്ട് യു വിൽ ഗെറ്റ് ജോയ്. നിൻ്റെ ഫണ്ണ് തീർന്നു, പക്ഷേ നിനക്ക് സന്തോഷം കിട്ടാൻ പോവുകയാണ്. ജോയ് ഇൻ ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരാകുവാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ബാപ്റ്റിസത്തെക്കുറിച്ച് അവർക്ക് എന്താ അറിയാവുന്നത്? ബാപ്റ്റിസം കഴിഞ്ഞ വ്യക്തികൾ ജീവിക്കുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൂശിൽ യേശു എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് എൻ്റെ പകരക്കാരനായി. ജീവിതത്തിൽ ഞാൻ യേശുവിൻ്റെ ജീവൻ ഏറ്റെടുത്ത് യേശുവിൻ്റെ പകരക്കാരനാവുകയാണ്. ഞാൻ യേശുവിൻ്റെ പകരക്കാരൻ, അല്ലാതെ യേശു എൻ്റെ പകരക്കാരനായിരുന്നു എന്ന്. കാൽവറി ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പാപത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഇനി പാപത്തിന് യാതൊരു അധികാരവുമില്ല. 6-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിട്രി പോയി മരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. പാപത്തിന് മരിച്ചവർ, പാപത്തിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. 11-ാം വാക്യത്തിൽ, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്.
ഇനി വാഴരുത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ചിലർ പഠിപ്പിക്കുന്നത് അത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. ഓരോരുത്തരൊക്കെ പഠിപ്പിക്കുന്നത്, നീ എന്തോ ചെയ്താലും കുഴപ്പമില്ല, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് നിൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടു, ഇനിയിപ്പോൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല. വേറെ കുറേ പേരുണ്ട് ഈ ജോസഫ് പ്രിൻസിൻ്റെയൊക്കെ ഉപദേശം പറഞ്ഞു. ജോസഫ് പ്രിൻസ് ഒക്കെ പറഞ്ഞതെന്നറിയാമോ? Once Jesus died on the cross 2000 years ago, all the sins of all mankind, it is all redeemed. People are redeemed. There is no sin for anyone in the world. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതോടുകൂടെ ഇനി ലോകത്തിൽ ആർക്കും ഒരു പാപവും ശേഷിച്ചിരിപ്പില്ല. ഏറ്റു പറയണമെന്ന് അവൻ പറയുന്നത് ഏറ്റു പറയേണ്ടെന്നാണ് ജോസഫ് പ്രിൻസ് പറയുന്നത്. പാപം ഏറ്റു പറയേണ്ട കാര്യം, യേശു മരിച്ചപ്പോൾ നിൻ്റെ പാപമെല്ലാം തീർന്നു, അതുകൊണ്ട് ഇനി ആരും നരകത്തിൽ പോകത്തില്ല. ഇത് വേദസുല വാക്യമല്ല, ജോസഫ് പ്രിൻസ് പറഞ്ഞതാണ്. ഇതിൻ്റെ പുറകെ നടക്കുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലുമുണ്ട്. ജോസഫ് പ്രിൻസ് പിള്ളേരൊക്കെ സൂക്ഷിച്ചോണം. ഞാൻ ഈ പേരൊക്കെ പറയുന്നത് ഇവൻ്റെ ഒന്നും പുസ്തകങ്ങൾ പോയി വായിച്ചേക്കരുത്. അവൻ പറഞ്ഞതെന്നറിയാമോ? സിംഗപ്പൂരുകാരനാ. അവൻ പറഞ്ഞത് ഇനി ആരും പാപമില്ല, ഒരു മനുഷ്യനും പാപമില്ല, എല്ലാവരും സ്വർഗത്തിൽ പോകും. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും പാപിയാണെങ്കിലും കൊലപാതകനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും സ്വർഗത്തിൽ പൊക്കോളും എന്ന് പറയുന്ന ദുരുപദേശം. ഈയിടെ ഒരുത്തൻ നമ്മുടെ നാട്ടിലെ ഒരുത്തനുണ്ട്, ഈ ജോസഫ് പ്രിൻസിൻ്റെ പുറകെ പോയ പാർട്ടി. ഇപ്പോൾ യാക്കോബായില്ല, കത്തോലിക്കല അല്ല, ജോസഫ് മറ്റേ ഷിബു യാക്കോബായില്ല. അവൻ ഇയാളെ പറഞ്ഞതെന്നറിയാമോ? ഭയങ്കര കഷ്ടമാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകും, ഏറ്റവും ഒടുവിൽ സാത്താനും അങ്ങ് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞതാ. ഇയാളെ പറഞ്ഞതാ, ആരും നരകത്തിൽ പോകത്തില്ല, കർത്താവ് മരിച്ചത് കൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും, ഒടുവിൽ സാത്താനും അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. ഇതുപോലുള്ള ദുരുപദേശം. അതുകൊണ്ട് പിള്ളേരെ വഞ്ചിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട്. ഇതുപോലുള്ള ദുരുപദേശങ്ങളൊക്കെ ഈ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം അതാ. നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കാരണം കർത്താവ് വരുമ്പോൾ പോകുന്നത് ആരാണ്? വിശുദ്ധന്മാരാണ് പോകുന്നത്, തേജസ്സിൽ. ആ തേജസ്സിനെ കുറിച്ചുള്ള തിരിച്ചറിവ് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ മൊത്തം വായിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്താണ്? തേജസ്സാണ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. തേജസ്, നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കർത്താവ് വരുമ്പോൾ എന്നെ തേജസ്സിലാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് നമ്മൾ കാണുന്നത്. 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഞാനത് പെട്ടെന്നൊന്ന് വായിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ എല്ലാം അത് തന്നെ കാണുന്നുണ്ട്. ഈ സൃഷ്ടി മുഴുവൻ തേജസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന, പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്നു. എന്നിട്ടാ പറയുന്നത്, ഈ തേജസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടാ പറയുന്നത് 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അല്ലാതെ ഇവിടെ 8 ബെഡ്റൂമുള്ള വീട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. സകലവും നന്മയ്ക്കായി, സകലവും എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചല്ല, തേജസ് വ്യാപിക്കുന്നതിനെക്കുറിച്ചാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അനുരൂപരാകുവാൻ, അതായത് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അനുരൂപരാകുവാൻ. കർത്താവ് വരുമ്പോൾ നമ്മൾ അവനോട് അനുരൂപരായിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വ്യക്തിപരമായ ഒരുക്കം എന്താണ്? എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വരവിന് മുമ്പ് അവനെപ്പോലെ ആകണം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരുടെ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അനുരൂപരാകുവാൻ. അപ്പം നമ്മുടെ ഒരുക്കം എങ്ങനെയാണ്? യേശുവിനെ പോലെ ആയിക്കൊണ്ടാണ് നമ്മൾ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്.
എപ്പോഴും യേശുവിനെ പോലെയാകുക. യേശു എന്ത് ചെയ്യുമോ അത് മാത്രമേ ചെയ്യാവൂ. ആളുകളൊക്കെ നമ്മളോട് ചോദിക്കണം. ഞാനൊരു സ്റ്റോറി സാധാരണ പറയാറുണ്ട്. ഈ ബോംബെയിൽ പോയിട്ടുള്ള ആൾക്കറിയാം. അവിടെ ഈ ട്രെയിനെ കയറിയിട്ടുള്ളവർ, ലോക്കൽ ട്രെയിൻ ആകെപ്പാടെ 12 സെക്കൻഡാ അല്ലെങ്കിൽ 15 സെക്കൻഡൊക്കെയാണ് നിർത്തുന്നത്. അതിനിടയ്ക്ക് കയറേണ്ടിയോ കയറിക്കോണോ, ഇറങ്ങേണ്ടിയോ ഇറങ്ങിക്കോണോ, എല്ലാം ഭയങ്കര തള്ള. അപ്പോൾ ആളുകളങ്ങ് ഇടിച്ച് തള്ളി കയറിയൊക്കെയാണ് പോകുന്നത്. അവിടെ ക്യൂ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പം ചെല്ലുന്നവനൊക്കെ വലിയ സൂട്ട് കേസും കൊണ്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ സൂട്ട് കേസും കൊണ്ട് ഇങ്ങനെ പോയ കൂട്ടത്തിൽ അവിടെ ഈ ആപ്പിൾ വിൽക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവൾക്ക് കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവുള്ളതാണ്. അവളിങ്ങനെ ഇയാൾ വന്ന് ഇവളുടെ മേശയിൽ ഇടിച്ചിട്ട് ആപ്പിളെല്ലാം കൂടെ ഉരുണ്ട് താഴെ പോയി. അയാളതൊന്നും നോക്കിയില്ല, അയാൾ കയറിപ്പോയി, എല്ലാവരും കയറിപ്പോയി. എന്നാൽ വേറൊരുത്തന്നെ ഒരു സൂട്ട് കേസും കൊണ്ട് വന്നതാ. അയാൾ ആ സൂട്ട് കേസ് അവിടെ വെച്ചു. ഈ വണ്ടിക്ക് പോകാൻ വന്നതാ. പക്ഷേ എണീറ്റ് പെട്ടെന്ന് തന്നെ താഴെ വീണ് ആപ്പിളൊക്കെ എടുത്ത് ഒത്തിരി ചതഞ്ഞു. ആളുകളൊക്കെ അതിൻ്റെ മണ്ടയ്ക്കുള്ള ചവിട്ടിയൊക്കെ കയറിപ്പോയി. എല്ലാം ഒത്തിരി ചതഞ്ഞു. ഇതെല്ലാം തിരിച്ച് പെറുക്കി വെച്ച് അപ്പോൾ ഈ കൊച്ചു കിടന്ന് കരയുക. കാര്യം അതിൻ്റെ ജീവിതമാർഗമാണ്. ഉടനെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പം കുറേ ആപ്പിൾ ചതഞ്ഞതാണ്. അത് വിൽക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, മോളെ, ഈ ആപ്പിൾ നല്ല ആപ്പിളാണ്, ഇത് നിനക്ക് വിൽക്കാം. പക്ഷേ ഈ ആപ്പിൾ നിനക്ക് വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവളിങ്ങനെ കരയുക. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, മോളെ, ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങിക്കാനിരിക്കുകയായിരുന്നേ, പക്ഷേ എനിക്ക് ജ്യൂസ് അടിക്കാനാ. അതുകൊണ്ട് ഇപ്പോൾ ചതഞ്ഞ ആപ്പിളാണെങ്കിലും കുഴപ്പമില്ല. ആപ്പിളിന് എന്നാ വിലയ്ക്കാണ് നീ വിൽക്കുന്നത്? അവൾ പറഞ്ഞു 100 രൂപ. 100 രൂപയ്ക്കാണ് ആപ്പിൾ വിൽക്കുന്നത്. ആ, കുഴപ്പമില്ല മോളെ, ഈ ചതഞ്ഞ ആപ്പിളെല്ലാം എനിക്ക് തന്നേരെ. നോക്കിയപ്പോൾ 5 കിലോ ഉണ്ട്. അയാൾ 500 രൂപയുടെ ഒരു നോട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോൾ ഇതെടുത്തു, 500 രൂപ. ഏത്? ഈ ആപ്പിളിൻ്റെ വില. എന്നിട്ട് പറഞ്ഞു, ഓക്കെ മോളെ, ഞാൻ പൊക്കോട്ടെ. ഉടനെ ഇവൾ വിളിച്ചു, അങ്കിൾ, കൻ യു ജസ്റ്റ് സ്റ്റോപ്പ് എ മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു. എന്താ മോളെ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? അങ്ങ് യേശു ആണോ? ആർ യു ജീസസ്? അദ്ദേഹം ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പ്രയാസപ്പെടുമ്പോൾ, നിനക്കൊരു ആവശ്യം വരുമ്പോൾ, ഇവർക്ക് കണ്ണ് കാണത്തില്ല, ശരിക്കും ചെറുതായിട്ടേ കാണത്തുള്ളൂ. നീ പ്രയാസം വരുമ്പോൾ നീ യേശുവിനെ വിളിച്ചാൽ യേശു വന്ന് സഹായിക്കുമെന്ന്. അങ്ങ് യേശു ആണോ? നമ്മളോട് ആരെങ്കിലും ഇങ്ങനൊരു ചോദ്യം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിനോട് അനുരൂപനായി വേണം ജീവിക്കാൻ. യേശു എങ്ങനെ ജീവിക്കുമോ അങ്ങനെ ജീവിക്കണം. അതാണ് ഒരുക്കം എന്ന് പറയുന്നത്. വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ആ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി. 2 കൊരിന്ത്യരുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അവനെപ്പോലെ ആയിത്തീരുക. അവനെപ്പോലെ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം ഒരുങ്ങുന്നത്. അതാണ് ഒരുക്കമെന്ന് പറയുന്നത്. വ്യക്തിപരമായി തേജസ്സിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ തേജസ്സിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ അവനെപ്പോലെ ആയിക്കൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അതായത് ഈ തേജസ്സിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴിയെ നമ്മൾ നടക്കുകയാണ്. പക്ഷേ ഓരോ അടി നടക്കുമ്പോഴും നമ്മൾ കൂടുതൽ തേജസ് പ്രാപിക്കുകയാണ്. ഈ മുറിയിൽ ഇവിടെ ഒരു വലിയൊരു ലൈറ്റ് ഉണ്ടെന്ന് വെക്കുക, ഒരു കസേരയുണ്ട്. ആ കസേരയിൽ യേശു ഇരിക്കുക. ഞാൻ ആ മുറിയിൽ നിന്ന് അവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ മാത്രമേ ലൈറ്റ് ഉള്ളെങ്കിൽ ഈ ലൈറ്റിലേക്ക് ഞാൻ വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഈ വെളിച്ചത്തോട് കുറേ കൂടെ അടുത്തടുത്താണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ എൻ്റെ മുഖം പ്രകാശിക്കും. ഇതുപോലെ ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ ആ തേജസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഒടുവിൽ അവൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ്റെ അതേ പ്രതിമയായി ഞാൻ രൂപാന്തരപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അവൻ്റെ അതേ പ്രതിമയായി. നീതീകരണം ഒരു നിമിഷത്തിൽ നടക്കുന്നതാണ്. എന്നാൽ വിശുദ്ധീകരണം തേജസ്സിലേക്കുള്ള ഒരു പാതയാണ്. ആത്യന്തികമായി തേജസ്കരണം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ നമ്മൾ അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ അതേ പ്രതിമയായി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് അവനെപ്പോലെ ആയിക്കൊണ്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അവനെപ്പോലെ ആയിക്കൊണ്ട്. നമ്മൾ ഒരു നിമിഷം കൊണ്ടല്ല അവനെപ്പോലെ ആകുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അത് അപ്പനെ പോലെ ആകുന്നില്ല. അതിന് വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ ഓരോ പടിയിലും അതിന് അപ്പനെ പോലെ, ഇപ്പം അത് 1 വയസ്സുള്ളപ്പോൾ നടക്കാൻ തുടങ്ങാമെന്ന് വെച്ചു. ചിലപ്പോൾ 2 പ്രാവശ്യം വീണെന്നിരിക്കും. 2 പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ ഉടനെ അപ്പൻ അങ്ങോട്ട് ചെന്ന് തല്ലി കൊല്ലത്തൊന്നുമില്ല, പിന്നെ എണീപ്പിച്ച് നടത്തും. ഇതുപോലെ എൻ്റെ മുന്നോട്ടുള്ള യേശുവിനെ പോലെ ആകാനുള്ള എൻ്റെ യാത്രയിൽ ഞാനും പലപ്പോഴും വീണിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വീഴുമ്പോൾ എന്നെ തല്ലിക്കൊല്ലുകയല്ല, പ്രത്യുത എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പിന്നെയും 10 പ്രാവശ്യം വീണെന്ന് വെച്ചു. 10 പ്രാവശ്യം വീണപ്പം ഞാൻ ഇത്രയും നാൾ നോക്കി നീ നടക്കുമോ, ഇപ്പം എനിക്ക് മനസ്സിലായി നീ നടക്കത്തില്ലെന്ന്, ഇനി നീ നടക്കണ്ട എന്ന് പറയുമോ? ഇല്ല, പിന്നെയും പ്രോത്സാഹിപ്പിക്കും. ഇതുപോലെയാ കർത്താവിൻ്റെ തേജസ്സിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ചിലപ്പം വീഴ്ചയൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ വീണ്ടും ദൈവം യേശു എന്നെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത് പോലെ അങ്ങനെ നടന്ന് 2 വയസ്സായി 3 വയസ്സൊക്കെ ആകുമ്പോൾ അപ്പം നടക്കുന്നത് പോലെ പിന്നെ വീഴത്തില്ല, നടക്കുന്നത് പോലെ തന്നെ നടക്കും. 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഓടി നടക്കും, അപ്പൻ ഓടി നടക്കുന്ന പോലെ നടക്കും. എന്നാൽ 15 വയസ്സായിട്ടും കാലിളറി ടെങ്ങെന്ന് പറഞ്ഞാൽ എപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത് അവൻ്റെ അതേ പ്രതിമയായി ഒരു ദിവസം കൊണ്ട് അപ്പനെ പോലെ ആവുകയല്ല, പ്രത്യുത അവനെപ്പോലെ ആയിക്കൊണ്ട്. അത് എങ്ങനെയാണ് അവനെപ്പോലെ ആകുന്നത്? ഏത് ആസ്പെക്റ്റാണ് അതിനു വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത്? അതായത് അവനെപ്പോലെ ആകണമെന്ന് പറഞ്ഞു ഇല്ലേ? അവനെപ്പോലെ ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അപ്പോൾ ഒരുങ്ങേണ്ടത് വിശുദ്ധിയിലാണ്. അങ്ങനെയാണ് അവൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപപ്പെടുന്നത്. വിശുദ്ധിയിൽ ഒരുങ്ങുക. വ്യക്തിയും സഭയും എല്ലാം വിശുദ്ധിയിൽ ഒരുങ്ങണം. നമ്മൾ നാളെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഞാൻ ഇവിടെ പറയട്ടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ, പിന്നെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, പിന്നെ ലോകത്തെ ഒരുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ 2 ദിവസം കൊണ്ട് പഠിക്കേണ്ടതാണ്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അവൻ്റെ വിശുദ്ധിയിൽ വളരണം, അവനെപ്പോലെ ആയിക്കൊണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതുകൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. നോക്ക്, അതിന് 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പിന്നെ വരാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകയാൽ നമ്മളെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ആരാണ്? വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളാണെങ്കിൽ അവൻ്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദൈവമക്കളാണെന്നും പറഞ്ഞുകൊണ്ട് തോന്നിവാസം നടന്നാൽ അങ്ങ് എടുക്കപ്പെടത്തില്ല. നമ്മൾ ഒരു യാത്രയിലാണ്. നമ്മൾ ഇന്നതാകും. അവിടെ ഏതാ പറയുന്നത്? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലെ ആയിക്കൊണ്ട് അവനെ കാണണം. താൻ ഇരിക്കുന്നത് പോലെ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം നമ്മൾ അവനെ കാണാൻ. അപ്പോൾ എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം എന്നറിയാമോ? കർത്താവ് വരുമ്പോൾ ഞാൻ അവനെ എതിരേൽക്കുന്നത് അവൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് വേണം എനിക്കവനെ എതിരേൽക്കാൻ. അത് എൻ്റെ പ്രാർത്ഥന മുഴുവൻ. കർത്താവേ, നിന്നെ പോലെ ആയിക്കൊണ്ട് എനിക്ക് നിന്നെ എതിരേൽക്കണം. നിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് എനിക്ക് നിന്നെ എതിരേൽക്കണം. എന്നാൽ അങ്ങനെ പ്രത്യാശിക്കുന്നവൻ, അതായത് ആ ആഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? അവൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് അവനെ എതിരേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. അവനെപ്പോലെ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അവനെപ്പോലെ ആയിക്കൊണ്ട്, വിശുദ്ധിയിൽ അവനെപ്പോലെ ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ ആ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്നത് തന്നോട് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. എന്ത് പ്രത്യാശ? അവൻ വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം എനിക്ക് അവനെ എതിരേൽക്കാൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് കർത്താവ് വന്നാലും ഞാൻ പോയേനെ, എനിക്കറിയാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 12 വയസ്സിൽ ഞാൻ യേശുവിനെ പോലൊന്നും ആയില്ല. എൻ്റെ ജീവിതത്തിൽ പല പാളിച്ചകളുണ്ടായിരുന്നു. ക്രമേണ ഞാൻ യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ വീണ്ടെടുക്കപ്പെട്ട, ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട അന്നൊക്കെ എന്നാ സന്തോഷമായിരുന്നു, ഇപ്പം എന്തോ സന്തോഷമാണ്. എനിക്ക് നേരെ തിരിച്ചാ. ഞാൻ ആലോചിക്കും, രക്ഷിക്കപ്പെട്ട അന്ന് എനിക്ക് എന്തോ അറിയാമായിരുന്നു, എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴാണ് ഞാൻ യേശുവിനെ അറിഞ്ഞറിഞ്ഞ് വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും അവനെ അറിയുകയും അവനെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അത് അഹങ്കാരമൊന്നും പറയുന്നതല്ല, സത്യമാണ് പറയുന്നത്. അതുപോലെ നിങ്ങളും യേശുവിനെ ഓരോ ദിവസങ്ങളിലും അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. എന്നിട്ട് അവനെപ്പോലെ ആകണം. അവനെപ്പോലെ ആകാനുള്ള ഒരു യാത്രയാണ്, അതിൽ മുന്നോട്ട് പോകുകയാണ്. നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞെന്നല്ല. 1000 മീറ്റർ ഓടണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ 1000 മീറ്റർ ആയില്ല, എനിക്കൊരിക്കലും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്തുവാ, നിനക്കൊരിക്കലും യേശുവിനെ പോലെ ആകാൻ പറ്റില്ല, നിനക്കൊരിക്കലും വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനല്ല വേദോസം പഠിപ്പിക്കുന്നത്. നമ്മുടെ ആദ്യ സമയങ്ങളിൽ നമുക്ക് ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ 1000 മീറ്റർ ഓടാൻ പോകുന്നവൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പാതയിലും അവൻ പെർഫെക്റ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പക്ഷേ മരിക്കാൻ നേരം അങ്ങനല്ല പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി നൽകപ്പെട്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ തിയോളജിയൻസ് വേണേൽ പറയും, അഹങ്കാരി, അവൻ പറയുന്നത് കേട്ടില്ലയോ, അവൻ നല്ല പോലെ പൊരുതെന്ന്. ആരാ പൊരുതിയിട്ടുള്ളത്? അങ്ങനല്ല. പൊരുതുന്നവരുണ്ട്. അവരൊരു പക്ഷേ അറിയപ്പെടുന്നവരായിരിക്കത്തില്ല. ചിലപ്പോൾ അമ്മച്ചിമാരായിരിക്കും, ചേട്ടന്മാരായിരിക്കും, അല്ലെങ്കിൽ പാവപ്പെട്ടവരായിരിക്കും, അറിയില്ല. പക്ഷേ അവനെപ്പോലെ ആകുവാനുള്ള പോരാട്ടത്തിൽ പൊരുതി ജയിച്ച അനേകരുണ്ട്. എബ്രായർ 11 നമ്മൾ കാണുന്നത് അവർ വിശ്വാസം തികച്ചു. അപ്പോൾ ആ വിശ്വാസത്തിൽ പോകുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശ? അവൻ വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം എനിക്കവനെ എതിരേൽക്കാൻ. എൻ്റെ പ്രത്യാശ മുഴുവനതാ, എൻ്റെ ആഗ്രഹം മുഴുവനതാ. കർത്താവ് വരുന്നതിന് മുമ്പ് വിശുദ്ധിയിൽ അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കണമെന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ ആഗ്രഹം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവൻ, അങ്ങനെ പ്രതീക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ വരവിൽ അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കണമെന്ന് ആഗ്രഹിക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ കാര്യം അവിടെ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഇതാണ് ഒരുക്കം.
നമ്മൾ അവനെപ്പോലെ വിശുദ്ധനാകുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. നിർമ്മലതയിൽ വളരണം, വിശുദ്ധിയിൽ വളരണം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ പ്രായോഗിക ഒരുക്കം ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വരവ് എത്രയും സമീപസ്ഥമായിരിക്കുന്നു. അവൻ വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം നമ്മളവനെ എതിരേൽക്കുവാൻ. വ്യക്തികൾ ഒരുങ്ങണം, കുടുംബം ഒരുങ്ങണം, സഭ ഒരുങ്ങണം. വ്യക്തിപരമായി ഞാൻ എങ്ങനെ ഒരുങ്ങണം? ഞാൻ വിശുദ്ധിയിൽ ഒരുങ്ങണം. കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ ചിന്തകളുടെയും എല്ലാം അടിസ്ഥാനം എന്താണ്? മറ്റൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കണം. അവനെപ്പോലെ ആയിക്കൊണ്ട്, അവനെപ്പോലെ ആവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ആ വിശുദ്ധിയിൽ അവനെപ്പോലെ ആകണം. അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം, അവൻ നടന്നതുപോലെ നടക്കണം, അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കണം, അവനെപ്പോലെ ആകണം. എനിക്ക് ആ പ്രത്യാശയുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. വിശുദ്ധിയിൽ അവനെപ്പോലെയാകാൻ ഓരോ ദിവസവും പറ, യേശുവേ നിന്നെപ്പോലെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ നിന്നെപ്പോലെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ വരവ് ഇന്ന് സംഭവിച്ചാൽ നിൻ്റെ രൂപം പ്രാപിച്ച് നിന്നെ എതിരേൽക്കുവാൻ, നിൻ്റെ രൂപത്തെ കണ്ണാടി പോലെ പ്രതിബിംബിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മുന്നേറുവാൻ എന്നെ